അങ്ങനെ 2 വീക്കെൻഡ് എപ്പിസോഡ് അല്ലേ? നമ്മൾ വിചാരിച്ചില്ല സോനയ്ക്ക് ഒരു ഇങ്ങനത്തെ ഒരു സൈഡ് ഉണ്ട് അതെ, സ്റ്റോറി. ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് വിചാരിച്ചേ ഇല്ല അല്ലേ? പക്ഷെ ഭയങ്കര ആ ധൈര്യം എന്ന് സോനയ്ക്ക് കിട്ടിയ ഒരു ടോപ്പിക്ക് നല്ലത് തന്നെയാ അല്ലേ? മാസ്ക് ഓഫിൽ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം കറക്റ്റ് ആയിട്ട് അവർ കൊണ്ടുവന്ന ജഡ്ജസും ഈ കണ്ടസ്റ്റന്റിന്റെ കഥകളായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നവരോ അതിന് എന്തെങ്കിലും ഉള്ളവരോ, കാരണം വീട്ടിൽ നിന്ന് പുറത്തു പോയവര് നാദിനെയാണല്ലോ ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. പക്ഷെ ശരിയാണ്, ഓരോരുത്തരുടെ ബാക്ക് സൈഡ് എന്തൊക്കെ സങ്കടങ്ങളല്ലേ. അതെ, അത് ശരിക്കും നോക്കിയിട്ടുണ്ടോ? ഈ നമ്മളുടെ ഒരു ബാക്ക് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ആരാണോ അവിടം വരെ കൊണ്ടുവെത്തിക്കുന്നത്. ശരിക്കും സോന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കും കുറച്ച് ഫേക്ക് ആയിട്ടും ഭയങ്കര നെഗറ്റീവായിട്ടും സ്റ്റാൻഡ് ഇല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി എല്ലാം ട്വിസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോഴേ നമുക്ക് എവിടെയോ ഒരു സോഫ്റ്റ് കോർണർ തോന്നും അല്ലേ? ഒരു 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 ജയിച്ചേ പറ്റൂ, എനിക്ക് എന്ത് ചെയ്തിട്ടും ബൈ ഹുക്കോ ക്രൂക്ക് എനിക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ള ലൈഫിലെ അവസ്ഥയാണ്. അതെ, പിന്നെ മാസ്ക് ഓഫിൽ ഇപ്രാവശ്യം എപ്പിസോഡ് 9 വന്നതിൽ വേറെ എന്താ പറയാ ഒരു പഞ്ചിങ് സ്റ്റോറി ഒന്നും വേറെ ആരുടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഉള്ളതിൽ സോനയുടെ തന്നെ ആയിരുന്നു. അപ്പത്തേക്കിനും നാദിരയുടെ ആ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചൊരു എന്താ പറയാ ഒരു എഫക്റ്റ് വന്നു. പിന്നെ ആ ടാസ്ക് നോക്കുമ്പോഴും നീ കണ്ടോ, എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയേ ഒരു മിനറൽ വാട്ടറിന്റെ ആ ക്യാൻ, അത് എങ്ങനെയൊക്കെയാ എടുത്തു വെച്ചതല്ലേ? അതിനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഓർത്തു, ദൈവമേ ഈ ക്യാൻ കിട്ടുന്നവരുടെ എല്ലാം കൂടെ ആ ടവർ മുഴുവൻ തട്ടിമറിഞ്ഞ് താഴെ വീഴുമെന്ന്. പക്ഷെ വെരി വെൽ പ്ലേഡ് എൽദോ അല്ലേ, എൽദോന്റെ ആ പ്ലാനിങ് ചെയ്തത് അത് ജഡ്ജസ് നന്നായി അപ്രീഷിയേറ്റ് ചെയ്തു കേട്ടോ. മറ്റവര് കംഫർട്ടബിളി ഉണ്ടാക്കി പോയവരായിരുന്നു, പക്ഷെ എവിടെയോ ഒരു സ്ഥലത്ത് അവർക്ക് തെറ്റുപറ്റി. അതെ, പിന്നെ എപ്പോഴും നോക്കിയിട്ടുണ്ട് ഈ ഫസ്റ്റ് 2 ടീംസിനെ വിളിക്കില്ലേ, അവർ നമ്മൾ പറയുന്ന പോലെ എപ്പോഴും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് പെട്ടെന്നൊരു ടാസ്ക് കിട്ടുമ്പം അവർക്ക് ബ്രെയിനും എല്ലാം പെട്ടെന്ന് 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 വർക്ക് ആവണം. പക്ഷെ ആ ടൈമും കൊണ്ട് വേറെ 2 ടീമിന് സെക്കൻഡ് വന്ന 2 ടീമിന് ഒന്ന് പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടുന്നുണ്ട് അല്ലേ? പക്ഷെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയി മാറിയത് ബിക്കോസ് രണ്ടാളും ഒരേ ബുദ്ധി യൂസ് ചെയ്തിട്ട് കുറെ നല്ല എന്താ പറയുക സ്ക്വയർ റെക്ടാങ്കുലർ ബോക്സസ് ഒക്കെ വെച്ച് രണ്ടാളും ഇല്ല ആര് വിന്നെയും നമുക്ക് സംശയം തോന്നിയ അവസ്ഥയാണ്. അവസാനമാണ് ഷിജിന സ്പെഷ്യൽ ഐഡിയ എടുത്ത് വെച്ച് ടവർ അങ്ങോട്ട് പോകുന്നത്. അതെ അതെ, അപ്പൊ കളി വളരെ നല്ലതായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും ഓർത്ത രാകേഷ് ഒരു കാർപ്പൻറ്ററും ഒക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരന് കുറച്ചും കൂടെ ഐഡിയ ഉണ്ടാവും എങ്ങനെ ഈ ടവർ മുകളിൽ വരെ കൊണ്ടുവരാമെന്ന്. പക്ഷെ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഷിജിന്റെ അല്ലായിരുന്നോ നല്ല നല്ല വൃത്തിക്ക്, അതും ആ 3, 2, 1 വരെ അവർ പിടിച്ചുകൊണ്ടിരുന്നു. 1 എത്തുമ്പോഴത്തേക്കിനും കയ്യും വിട്ടു, അതുകൊണ്ട് ടവർ നിൽക്കുകയും ചെയ്തു, അവര് വിൻ ചെയ്യുകയും ചെയ്തു. ഭയങ്കര എന്താ പറയാ എന്റർടൈനിങ് ആയിരുന്നു ആ ഗെയിം. അതെ അതെ അതെ, പക്ഷെ അവസാനം അഗൈൻ എലിമിനേഷനിൽ നമുക്ക് 2 പേർക്കും ഇഷ്ടമുള്ള ഒരാൾ പോയി, വിശാഖ് അല്ലേ? വിശാഖ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നു നന്നായി കളിക്കുന്നുണ്ട്, എല്ലാം സെറ്റായി എന്നൊക്കെ വിചാരിച്ചു വരുന്നു. അതെ, പക്ഷെ വിശാഖ് വെളി പോകുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ. വളരെ ആക്റ്റീവായിട്ട് കളിക്കുകയും അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. ഇവരെന്ത് ബേസിസിലാണാവോ വിശാഖിനെ പറഞ്ഞു വിട്ടേ? നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ ഫുള്ള് കളി മാത്രമല്ല, നല്ല സ്വഭാവം മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കുറച്ച് കുബുദ്ധി കുതന്ത്രം, പിന്നെന്താ പറയാ വിശാഖ് സംസാരിക്കുന്നൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു അവർ അതും നോക്കുന്നുണ്ട്. ചാതുര്യമില്ലേ, വാക്ചാതുര്യം, എന്ത് വരുമ്പോഴും എന്തെങ്കിലും പറഞ്ഞ് തറക്കുത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആ ഒരു കഴിവും വേണമല്ലോ. അതെ അതെ, അപ്പൊ അങ്ങനെ നമുക്ക് അന്ന് 4 ആളാ ടോപ്പ് 16 പോയവരാരൊക്കെ? വിശാഖ് പോയി, അളകനന്ദ പോയി, പിന്നെ അമൃത പോയി, പ്രണവ് പറഞ്ഞ് മൂവി സ്റ്റാർ ആവാൻ ആഗ്രഹിച്ച ആ കുട്ടി അങ്ങനെ പോയി. കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് ടോപ്പ് 12 കിട്ടിയ. പിന്നെ അടുത്ത എപ്പിസോഡിലെ കളി നീ നോക്കിയോ? എന്തായിരുന്നു? പ്യൂക്ക് ഇമോജിയും മറ്റേ കിസി ഇമോജിയും. അത് രസമുണ്ട് ആക്ച്വലി. ഇങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ഇൻട്രോ ശ്രദ്ധിച്ചു നീ? 12th എപ്പിസോഡ് ആകുമ്പോഴേക്കും എല്ലാരും എന്ത് ഗ്ലാമറസ് ആയി നമ്മളെ കണ്ടത്, ഭയങ്കര ആക്റ്റീവ് ആയി അല്ലെ? ആദ്യം വന്നതിന്ന് ഭയങ്കര ആക്റ്റീവ് ആയി, എന്താ പറയാ വി ആർ റെഡി ടു ഫേസ് എനിത്തിങ് എന്നുള്ള ഒരു സ്ട്രെങ്ത്തും ഉണ്ട് അല്ലെ അവർക്ക്. ഒരു അവരങ്ങോട്ട് പറയേണ്ട പോലെ എല്ലാം പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെയൊക്കെ എനിക്ക് തോന്നി ഇവര് വെക്കുന്നത് തന്നെയില്ലേ. ഇപ്പം എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഓരോരുത്തരെ പറ്റിയുള്ള പെർസെപ്ഷൻ ബാക്കിയുള്ളവർക്ക് അറിയില്ല. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണോ എന്റെ മനസ്സിൽ നെഗറ്റീവായിട്ട് കാണുന്നത്, ആക്ച്വലി ഇവര് ഇൻഡയറക്ട്ലി തന്നെ അവിടെ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാക്കുകയല്ലേ അല്ലെ? ആ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഒരാള് സപ്പോർട്ട് ചെയ്യുന്നു, ഒരാളെ നെഗറ്റീവായിട്ട് പറയുന്നു എന്ന് പറയുമ്പം ആ നെഗറ്റീവ് ഉള്ള ഒരാളുടെ മനസ്സിൽ അത് കിടക്കും, ഇന്ന ആളാണ് എന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് അല്ലേ?
അപ്പം അങ്ങനത്തെ ആ ഒരു ഗെയിം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നെഗറ്റീവായിട്ട് കൂടുതലും കിട്ടിയത് ഷിജിനായിരുന്നു തോന്നുന്നു അല്ലേ? 4 പ്യൂക്കി. ആ അതെ അതെ. അങ്ങനെ പക്ഷെ എന്നാലും അവർ അടുത്തൊരു ടീം ലീഡറാക്കി വെച്ചില്ലേ? എന്നിട്ട് എന്ത് പറ്റി? എന്താണ് പിടിച്ചതിലും വലുത് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ ആദ്യം കുറെ കുറ്റം കേട്ടു, അതിനുശേഷം അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഹാപ്പിലി പോയതാ ക്യാപ്റ്റനായിട്ട്. അതിലും മോശം മെമ്മറി ഗെയിം. അതെ, മെമ്മറി ഗെയിം ആക്ച്വലി അവരത് കാണിച്ചപ്പോഴില്ലേ, ഞാൻ നോക്കുമ്പോൾ ആ പ്ലെയിനെ വെള്ളത്തില് ഫിഷിനെ മേളില്, അപ്പൊ ഞാൻ ഇതൊക്കെയാണ് നോക്കിയത്. ഓ എവിടേക്കോ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഫിഷിനെ ആണെങ്കിൽ അവര് സ്കൈയിലും പിന്നെ അതുപോലെ പ്ലെയിനെ കൊണ്ട് വെള്ളത്തിലും ഒക്കെ ഇട്ടു. അതൊക്കെയാണ് എൻ്റെ തലയിലോട്ട് പെട്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് വന്നപ്പോ എന്തായിരുന്നു മറ്റേ ലൊലീറ്റന്റെ ടീം, എൽദു, രാകേഷ്, പൂജ, അതെ സോന, ഷിബിന മാത്രം തെറ്റിച്ചു. പക്ഷെ ഭയങ്കര ഓർമ്മശക്തി അവർക്ക് സമ്മതിച്ചു. അതെ, എത്ര ലാഡേഴ്സും എനിക്ക് തോന്നുന്നു 2 ടീമും തെറ്റിച്ചു. എത്ര സെക്കൻഡ് ചാൻസിൽ എപ്പോഴും 3 പറഞ്ഞു ആരോ. ആണോ? ഓക്കെ ഓക്കെ. അപ്പം എന്താണെങ്കിലും ആ ഡ്രിങ്കും മെമ്മറി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നീം വാട്ടർ ആണെന്ന് മനസ്സിലായി, വേറെ എന്തൊക്കെയായിരിക്കും അല്ലേ? പക്ഷെ ഒന്നും ആരും കുടിച്ചപ്പോൾ മുഖത്തിന്റെ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായി ശരിക്കും മെമ്മറിനെ ഒക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള സാധനം. അതെ, അതിന്റെ അൾട്ടിമേറ്റ്ലി നമുക്കൊരു ഹാപ്പി കാര്യം സംഭവിച്ചു. എന്ത്? എലിമിനേഷൻ ഇല്ല. അങ്ങനെ എല്ലാരും ഹാപ്പി ആയിട്ട് 10th എപ്പിസോഡ് കഴിഞ്ഞു. 12 കണ്ടസ്റ്റന്റ്സ് സ്മാർട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആയില്ലേ? അപ്പം നമുക്കും വോട്ട് ചെയ്യണ്ടേ? ഒബ്വിയസ്ലി നമ്മളുടെയും ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ട്. ആരാന്ന് ഞങ്ങൾ ഇപ്പൊ പറയത്തില്ല, വഴിയേ കാണാം. ഔട്ടായെന്നും കൂടെ പറയട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് റെഡ് ആൻഡ് ഗോ.